മോനെ വിനായക, ഈ കള്ളും കഞ്ചാവും അടിച്ചു നടക്കുന്ന സമയം കൊണ്ട് ഒരു 4 സഞ്ചാരത്തിന്റെ എപ്പിസോഡ് കണ്ടാൽ തീരാവുന്ന കഴപ്പേ നിനക്കുള്ളൂ. അതല്ലേ നല്ലത്? യുവതി യുവാക്കളോണ്ട് നമ്മുടെ ആക്ടർ വിനായകന്റെ ഒരു വിളംബരം വന്നിട്ടുണ്ട്. അതായത് സന്തോഷ് ജോർജ് കുളങ്ങരനെ നമ്പരുത്, ഇദ്ദേഹത്തെ നമ്പരുത്. അതായത് വിനായകന്റെ ഫേസ്ബുക്ക് പേജില് പുള്ളി ഇന്നലെ ഇട്ടിട്ടുള്ള പോസ്റ്റാണിത്. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം. ഇദ്ദേഹത്തെ നമ്പരുത്, യുവതി യുവാക്കളോട്. ലോകത്തിന്റെ സ്വകാര്യതയിലേക്ക് ക്യാമറ കൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന ഇദ്ദേഹത്തെ നമ്പരുത്. സ്വന്തം വ്യവസായം വലുതാക്കാൻ ചാനലുകളിൽ വന്നിരുന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മോക്ഷമായി കാണിച്ചിട്ട് ഈ കാശി കൊണ്ട് കുടുംബം പോറ്റുന്ന ഇദ്ദേഹത്തെ പോലെ ലോകം അറിയാമെന്ന് സ്വയം നടിക്കുന്ന ആളുകളെ നമ്പരുത്. യുവതി യുവാക്കളെ, നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന്റെ ലോകത്തേക്ക് പറന്നു പോകൂ. ഇദ്ദേഹത്തെ നമ്പരുത്. ഈ സന്തോഷത്തിന്റെ ലോകത്തിലേക്ക് പറന്നു പോകുന്നത് മറ്റേ കഞ്ചം കയറ്റിട്ടായിരിക്കും അല്ലെ, അതല്ലെങ്കിൽ അടിച്ചു കയറ്റിട്ടായിരിക്കും. കറക്റ്റാണ്. നിന്റെ ഒക്കെ ഒരു വിചാരത്തില് ഈ സന്തോഷത്തിന്റെ ലോകം എന്ന് പറയുന്നത് കഞ്ചാവ് കയറ്റി പറന്നു നടക്കലാണെന്നാണ് നിന്റെ ഒക്കെ വിചാരം. കാരണം സഞ്ചാരത്തിന്റെ 4 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും, നീ അടിച്ചു കയറ്റുന്ന കഞ്ചാവല്ല ലോകം. അതായത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, രാജ്യങ്ങൾ, അവിടുത്തെ സംസ്കാരങ്ങൾ, അവിടുത്തെ മൊത്തം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കഞ്ചനില് ഉണർന്നു വരുന്ന ലോകമല്ല എന്നുള്ളത് പൊന്നു വിനായക, നീ എന്ന് മനസ്സിലാക്കുന്നു അന്നേ നീ നന്നാകൂ. പിന്നെ നിനക്ക് ആരെയും എന്തും പറഞ്ഞിട്ട് വിമർശിക്കാം, ആരും ഒന്നും പറയാൻ പാടില്ല. പിന്നെ നിന്നെ വിമർശിച്ചാൽ അപ്പോഴേക്കും നീ അങ്ങ് ചാടി വരും. നീ താഴ്ന്ന ജാതി, നീ കറുത്തവൻ, നീ ചെറുമൻ, നീ പൊലയൻ, ഇത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിമർശിക്കുന്നു, അതെനിക്ക് പ്രശ്നമില്ല, എന്നിട്ടും ഞാൻ അതിന് അതിജീവിച്ച് വന്നിട്ടുള്ള എന്തോ ഒരു സംഭവമാണെന്നുള്ള നിന്റെ ഒരു തോന്നലുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നീ ആ പറഞ്ഞതൊക്കെ തന്നെയാണ്. അതിന്റെ അപ്പുറത്തോട്ട് നിന്നെ പറയാനില്ല. കാരണം ഇതുപോലെ വന്നിട്ട് എടോ, സ്കൂള് നമ്മളൊക്കെ നമ്മൾ എന്നല്ല, നീയും ഞാനും ഒക്കെ പലരും ചെറുതാവുന്ന സമയത്ത് ഈ ഒരു കേരളത്തിന്റെ ഇട്ടാവട്ടല്ലാണ്ട് ലോകത്തിന്റെ ഇന്ത്യയുടെ പുറത്തോട്ട് എന്താന്ന് പോലും പറയാത്ത കാലത്ത് അത്രയും കൊല്ലങ്ങൾക്ക് 10-25 കൊല്ലം മുമ്പ് മുതലേ ലോകം ചുറ്റി അവിടുത്തെ കാര്യങ്ങള് പകർത്തി അത് കാണിച്ച് നമുക്കൊക്കെ ചെറുപ്പം മുതലേ ലോകം കാണാനും അല്ലെങ്കിൽ ലോകത്തിന്റെ ഇന്ത്യയുടെ പുറത്ത്, കേരളത്തിന്റെ പുറത്ത് എന്ത് നടക്കുന്നത് എന്ന് കാണാനും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ സന്തോഷ് ജോർജ് കുളങ്ങര. പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഈ പറഞ്ഞ നാട്ടിലെ പല ട്രാവൽ വ്ളോഗേഴ്സും അല്ലെങ്കിൽ ആളുകളും നമ്മുടെ നാട്ടിലെ പല ബിസിനസ്സുകാരും അവർക്ക് വെട്ടിത്തുറന്നൊരു പാത ഉണ്ടാക്കി കൊടുത്തു ഈ പറഞ്ഞ സന്തോഷ് ജോർജ് കുളങ്ങര തന്നെയാണ്. പിന്നെ അദ്ദേഹം സ്വന്തം വ്യവസായം, അതായത് സ്വന്തം ബിസിനസ് ആയിക്കോട്ടെ, അതിന് നിനക്കെന്താ കുഴപ്പം? പരസ്യം പോലും വാങ്ങിക്കാണ്ട് പുള്ളി ഇങ്ങനെ ബാക്കിയുള്ള ആൾക്കാരെ കാണിച്ചിട്ട് പുള്ളി അതിന് പൈസ ഉണ്ടാക്കിക്കോട്ടെ. നീ അഭിനയിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്? നീ എന്നാ പോയി വീട്ടിലിരിക്കും. നീ അതായത് ജാതി താന്ന നീ വീട്ടിൽ പോയിരിക്കും. നീ അഭിനയിക്കല്ലേ? നീ അഭിനയിക്കുന്നത് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാണ്ട് ജനങ്ങളെ നന്നാക്കാനോ നാട്ടുകാരെ നന്നാക്കാനൊന്നുമില്ലല്ലോ. നീ കാശുണ്ടാക്കി, നീ കഞ്ചാവ് അടിച്ച് കള്ളും കുടിച്ച് അവിടെയും ഇവിടെയും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കണ്ടോടത്തൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇമ്മാതിരി കോപ്രായങ്ങൾ മൊത്തം കാണിക്കുന്നത് നീ എന്താ ആൾക്കാരെ നന്നാക്കാനാണോ? ഒരാൾ നന്നാവുന്നില്ല. നീ നിന്റെ കാശിനും നിന്റെ ഫെയിമിനും വേണ്ടിയിട്ടാണ് നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് അവരുടെ ഫെയിമിനും അവർക്ക് കാശ് കിട്ടാനും ഒക്കെ തന്നെയാണ്. അതിൽ നിന്ന് 4 ആൾ നന്നാവുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ സന്തോഷ് ജോർജ് കുളങ്ങര വീഡിയോ കണ്ട് 4 ആൾക്കാർക്ക് ഉപകാരപ്പെട്ട് 4 ആളുകൾ അതിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ്. പിന്നെ നീ കാണിച്ചു കൂട്ടുന്നത് കൊണ്ട് ആൾക്കാർ കള്ളു കുടിക്കാനും കഞ്ചാവ് അടിക്കാനുമാണ് പോകുന്നെങ്കിൽ അത് നിന്റെ കൊള്ളരുതായ്മ. അത് മനസ്സിലാക്കിയിട്ട് വേണം ചിലക്ക്. കേട്ടല്ലോ.